ആറാം സെമസ്റ്റർ പരീക്ഷകൾ ജയിച്ചിട്ടുള്ള 2022 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു ചോദ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മൾ ചെയ്യുന്ന പല വീഡിയോസിന് താഴെയും പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, ഗ്രാജുവേഷൻ സെറമണിയുടെ അപ്ലിക്കേഷൻ ഫോം വിളിച്ചുവോ, എന്നായിരിക്കും വിളിക്കുക, എന്നായിരിക്കും ഉണ്ടാവുക, അങ്ങനെ പലതും. ഇതുവരേക്കും ഗ്രാജുവേഷൻ സെറമണിക്ക് കോൾ ഫോർ ചെയ്തിട്ടില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആറാം സെമസ്റ്റർ പരീക്ഷകളുടെ റീവാലുവേഷന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 27 അതിൻ്റെ റിസൾട്ടും കൂടി വന്നതിന് ശേഷമായിരിക്കും ഗ്രാജുവേഷൻ സെറമണി ഉണ്ടാവുക. കാരണം അവരെയും കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മോസ്റ്റ് പ്രോബബ്ലി ജൂലൈയിലൊക്കെ ആവാനാണ് സാധ്യത. കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇതിനിടയിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, സർട്ടിഫിക്കറ്റിന് എമർജൻസി ആയിട്ടോ ഓർഡിനറി ആയിട്ടോ ഗ്രാജുവേഷൻ സെറമണി വഴിയായിട്ടാണോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും സെയിം തന്നെയാണ്. മെയ് 30 മുതൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോളേജുകളിലേക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും അയക്കുന്നതാണ്. നിങ്ങൾക്ക് എന്നാണോ ഫിസിക്കലി ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് അതിൻ്റെ പിറ്റേ ദിവസം മുതലേക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഓർഡിനറി ആകുമ്പോൾ 6 മാസം എടുക്കുമെങ്കിൽ എമർജൻസി വഴിയായി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ കിട്ടും. എന്നാൽ ഗ്രാജുവേഷൻ സെറമണി വഴിയായിട്ടാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജൂലൈ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഈ 3 എണ്ണത്തിനും വ്യത്യസ്ത തരത്തിലാണ് പൈസ ഈടാക്കുന്നത്. സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നതെങ്കിലും 3 മോഡ് ഓഫ് ട്രാൻസാക്ഷൻ വ്യത്യസ്ത തരത്തിലായതുകൊണ്ട് അതിൻ്റെ പൈസയും വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുക. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു, എത്ര പൈസയാകും എന്നതിനെക്കുറിച്ച്. എന്നാൽ ഗ്രാജുവേഷൻ സെറമണിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 2000-ലധികം രൂപയാകുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ അടുത്തിറങ്ങിയ സിനിമയിൽ പറയുന്നത് പോലെ ആംബിയൻസ് കിട്ടണമെങ്കിൽ ഗ്രാജുവേഷൻ സെറമണിക്ക് തന്നെ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് തൊപ്പിയും ഗൗണും വെച്ച് ഒരു ആഡംബര രീതിയിൽ കഴിഞ്ഞ 6 സെമസ്റ്റർ പരീക്ഷയെ പുളകം കൊള്ളിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റിന് മറ്റുള്ളവരേക്കാൾ വിലയുണ്ടെന്ന് സ്വയം ഒരു ആത്മവിശ്വാസം ജനിപ്പിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെയുള്ളത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ പൈസ കുറച്ച് കൂടുതലാണെന്ന കാര്യം മറന്നു പോകരുത്. എമർജൻസി ആണെങ്കിലും ഓർഡിനറി ആണെങ്കിലും ഇത്രയധികം പൈസ വരുന്നില്ല. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് ലാഭകരം നോക്കിക്കഴിഞ്ഞാൽ അത് ദുഷ്കരമാവുമെന്ന് പറയുന്നത് വളരെയധികം സത്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു കാര്യം മാത്രം പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡാണ്. പല വിദ്യാർത്ഥികളും ഡിഗ്രിക്ക് ശേഷം ജോലിക്ക് പോകുന്നവരാവാം. എന്നാൽ ചിലരാവട്ടെ തുടർ പഠനം പൂർണ്ണമായി അവസാനിക്കുന്ന രീതിയിലും. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കൂടുതലായിട്ട് ആപ്റ്റ് ആവുന്നത് നിങ്ങൾ തീരുമാനിക്കുക. ഇത് നിങ്ങളുടെ മാത്രം ലൈഫാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.